Good morning, my dears. Today, next topic is Accounting Standard Board of India. Then ASB, the Institute of Chartered Accountants of India, established Accounting Standards Board on 21st April 1977 to harmonize the diverse accounting policies and practices in India. The main functions of ASB is to formulate accounting standards after taking into consideration the existing laws, accounting practices and business environment. While formulating accounting standards, ASB gives due consideration to the international accounting standards issued by International Accounting Standard Committee. Then ഇവിടെ എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ അതോറിറ്റിയാണ് നമ്മൾ എന്താ പറയുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് Accounting Standard Board on 21st April 1977 to harmonize the diverse accounting policies and practices in India. തീർച്ചയായിട്ടും അവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു ബോഡിയാണ് 1977 ഒരു എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ASB, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ എക്സിസ്റ്റിംഗ് ലോസ്, അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ എക്സിസ്റ്റിംഗ് ലോസ്, അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റ്, അവരെ സംബന്ധിച്ച് ഈ ASB ഫോർമുലേറ്റ് മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ എക്സിസ്റ്റിംഗ് ലോസ്, അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റ്. വൈൽ ഫോർമുലേറ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ASB gives due consideration to the international accounting standards issued by International Accounting Standards Committee, IASC. അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്യുന്നു? അവർ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ചില അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ എക്സിസ്റ്റിംഗ് ലോസ്, അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റ് കൺസിഡർ ചെയ്യും. നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും. അതേപോലെ തന്നെ നിലവിലുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചില അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം: ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ട്. അത് ആരംഭിച്ചിരിക്കുന്നത് 21st April 1977 ആ ഒരു ബോർഡ് ആരംഭിച്ചിരിക്കുന്നത്. ടു ഹാർമോണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. മെയിൻ ഫംഗ്ഷൻ ഓഫ് ASB, ഈ സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ എക്സിസ്റ്റിംഗ് ലോസ്, അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. വൈൽ ഫോർമുലേറ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ASB gives due consideration to the international accounting standards issued by the International Accounting Standard Committee, IASC. അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാറുള്ളത്. ദെൻ ദ പ്രൊസീജിയർ ഫോർ ഫോർമുലേറ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അങ്ങനെയാണെങ്കിൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ASB ഡിറ്റർമിൻസ് ദ ബോർഡ് ഏരിയാസ് വൈൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഫോർമുലേറ്റഡ്. അതായത് ഏതൊക്കെ ഏരിയാസിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നു. ASB ടേക്സ് ദ അസിസ്റ്റൻസ് ഓഫ് ദ വേരിയസ് സ്റ്റഡി ഗ്രൂപ്പ്സ് ടു ഫോർമുലേറ്റ് സ്റ്റാൻഡേർഡ്. ദ ഡ്രാഫ്റ്റ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റഡി ഗ്രൂപ്പ് ഈസ് കൺസിഡേർഡ് ബൈ ASB ആൻഡ് സെൻഡ് ടു വേരിയസ് ബോഡീസ് റിലേറ്റഡ് ടു ഇന്ത്യൻ ബിസിനസ്, ഇൻഡസ്ട്രി, ടാക്സസ്, എക്സെട്ര. And the representative of these bodies are also invited to meet convened by ASB for the discussion. Then third one is after discussing their views, അവരുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം the draft of the accounting standard is issued as per draft for soliciting comments from chartered accountants.
and the public at large. The draft is also published in the journal of the institute. അതായത് ഒരു രൂപരേഖ തയ്യാറാക്കും, എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുകയും അത് ആ ജേണലിൽ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യാം. Then the committee about the exposure draft are then considered by the ASB and the final draft is prepared and submitted to the council of the institute. ദെൻ അതിനുശേഷം ഈ ഡ്രാഫ്റ്റ് എന്ത് കൺസിഡർ ചെയ്തുകൊണ്ട് ദെൻ പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് കൗൺസിൽ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഫൈനലി ദ കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡേഴ്സ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് ഇഫ് നെസസറി മോഡിഫൈസ് ദ സെയിം കൺസൾട്ടേഷൻ വിത്ത് ASB. ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓൺ ദ റിലവൻറ്റ് സബ്ജക്റ്റ് ഈസ് ദെൻ ഇഷ്യൂഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ കൗൺസിൽ. അതായത് ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്സിൻ്റെയൊക്കെ ഐഡിയാസ് ദെൻ അവിടെ ഒരു കമ്മിറ്റി ഒരു ഇത് വിളിച്ചു കൂട്ടിയതിന് ശേഷം ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷമാണ് അതിനുശേഷം അതിൻ്റെ അതോറിറ്റീസ്, അതായത് ഇന്ത്യൻ ബിസിനസ് ഇൻഡസ്ട്രി, ടാക്സസ്, അത്തരത്തിലുള്ള അവരുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എല്ലാം ഒരു മീറ്റിംഗ് കൺവേ ചെയ്തതിന് ശേഷം ആ മീറ്റിങ്ങിൽ വരുന്ന സജഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അത് കൗൺസിൽ അത് പബ്ലിഷ് ചെയ്യുകയും അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ ചേഞ്ചസ് കൂടെ വരുത്തിക്കൊണ്ട് ഏറ്റവും ഫൈനലായിട്ട് അതിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൗൺസിൽ അത് തീരുമാനമെടുക്കുകയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിലവിൽ വരികയാണ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് objectives and functions of Accounting Standard Board, ASB. Objectives and functions of Accounting Standard Board. Accounting Standard Board in the objectives എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ടു കൺസീവ് ഓഫ് ആൻഡ് സജസ്റ്റ് ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. അതായത് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു കൺസീവ് ഓഫ് ആൻഡ് സജസ്റ്റ് ഏരിയാസ് വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സജഷൻസ് കൊണ്ടുവരിക. ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് വ്യൂ ടു അസിസ്റ്റിംഗ് ദ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇന്ത്യ ഇൻ ഇൻവോൾവിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. അതായത് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക വിത്ത് വ്യൂ ടു അസിസ്റ്റിംഗ് ദ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻവോൾവിംഗ് and establishing Accounting Standard of India. To examine how far the relevant international accounting standards, international financial reporting standards can be adopted while formulating the accounting standards and adopt the same. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും തമ്മിൽ എത്രമാത്രം ഡീവിയേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യുക, അത് ശരിയായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ആക്സെപ്റ്റൻസ് or changed conditions and if necessary revise the same. മാത്രമല്ല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നുകൂടെ റിവ്യൂ ചെയ്യുക. ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ആക്സെപ്റ്റൻസ് ഓർ ചേഞ്ച്ഡ് കണ്ടീഷൻസ് ആൻഡ് ഇഫ് നെസസറി റിവൈസ് ദ സെയിം. Then fifth point is to provide interpretations and guidance on accounting standards from time to time. അതായത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടെങ്കിൽ ടു പ്രൊവൈഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഗൈഡൻസ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫ്രം ടൈം ടു ടൈം ടു ക്യാരി ഔട്ട് സച്ച് അതർ ഫങ്ഷൻസ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടു കൺസീവ് ആൻഡ് സജസ്റ്റ് ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. നെക്സ്റ്റ് പറയുന്നത് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക. Then next one is to examine how far the relevant international accounting standard, international financial reporting standards can be adopted while formulating the accounting standards and adopt the same. And fourth one is to review the accounting standards at regular intervals from the point of view of acceptance or changed conditions and if necessary. Then fifth point is to provide interpretations and guidance on accounting standards from time to time to carry out such other functions relating to accounting standards. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. Then
നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ആദ്യം പറഞ്ഞത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ, പിന്നെ പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഇന്ത്യയുടെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. IASB. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മളെന്താ, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ് പറയുന്നത്. ദ എയിം ഓഫ് IASB, ഫോർമർലി നോൺ ആസ് IASC, is to develop the international financial reporting standards and bringing transparency, accountability and efficiency worldwide in financial markets. IASB എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. മുൻപേ അറിയപ്പെട്ടിരുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നുള്ള രീതിയിലാണ്. ദെൻ IASB മുൻപേ അറിയപ്പെട്ടിരുന്നത് IASC എന്നുള്ള പേരിലാണ് ആദ്യം അറിയുന്നത്. അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നുള്ളത് മുൻപേ അറിയപ്പെട്ടിരുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നുള്ള പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ. ദെൻ അവിടെ ഇത് എയിം ഓഫ് IASB, ഈ IASB ആരംഭിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ദ എയിം ഓഫ് IASB, ഫോർമർലി നോൺ ആസ് IASC, ഈസ് ടു ഡെവലപ്പ് ദ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബ്രിങ്ങിങ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് എഫിഷ്യൻസി വേൾഡ് വൈഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ട്, ബ്രിങ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് എഫിഷ്യൻസി in worldwide in financial markets. A monitoring board of public authorities oversee the non-profit organization and services the public interest by fostering trust, growth and long-term financial stability in the global economy. The IASB's governance and due process keep it setting of standards independent of special interest while ensuring accountability to shareholders around the globe. IASBയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിൾ ആവുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അത് മോണിറ്റർ ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, എഫിഷ്യൻസി ഇതെല്ലാം ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉറപ്പുവരുത്താനായിട്ട് സാധ്യമാവുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. IASB ആക്ട് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഓഫ് ദ IFRS ഫൗണ്ടേഷൻ. അതായത് IFRS ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത് IASB ആണ്. ഓൾ മീറ്റിംഗ്സ് ഓഫ് IASB ആർ ഹെൽഡ് ഇൻ പബ്ലിക് ആൻഡ് വെബ്കാസ്റ്റ്. ഇൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഡ്യൂട്ടീസ് ദ IASB ഫോളോസ് എ thorough, open and transparent process of with the publication of consultative documents. Such a discussion papers and exposure draft for public comment in is an important component. The IASB engages closely with the shareholders around the world including investors, analysts, regulators, business leaders, accounting standard setters and accounting professionals. ഈ IASBയിൽ ആരൊക്കെയാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്? അതായത് ഒരു അപ്പെക്സ് ബോഡിയാണല്ലോ, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ദെൻ ഇറ്റ് എൻഗേജസ് ക്ലോസ്ലി വിത്ത് ഷെയർ ഹോൾഡേഴ്സ് around the world including investors, analysts, regulators, business leaders, accounting standard setters and accounting professionals. IASB has currently 14 full-time members and are responsible for the development and publications of IFRS. IASB works with the help of various bodies under it like IFRS Interpretation Committee, technical staff and advisory bodies. Then next one is international accounting standard. ഫോർ നെക്സ്റ്റ് ഇനി എന്താണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഈ ഇൻ്റർനാഷണലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫോർ ഹാർമോണൈസേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1973.
Now it has been renamed as the International Accounting Standard Board. It has come up with its conceptual framework to develop accounting standards, review accounting standards for reducing number of alternative accounting treatment permitted, and assist in the development of national accounting standards. Then നോക്കാം, the object of IASB is to ensure uniformity in financial reporting at a global level. At present, 41 accounting standards and 8 international financial reporting standards are fixed by IASB. International Accounting Standards Committee has laid down certain standards regarding the following accounting matters. അപ്പോൾ ഏതൊക്കെയാണ് ഇൻ്റർനാഷണലി ഉള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ഹാസ് ലേഡ് ഡൗൺ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് റിഗാർഡിംഗ് ദ ഫോളോയിങ് അക്കൗണ്ടിംഗ് മാറ്റേഴ്സ്. താഴെ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന സ്ലൈഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. IAS 1 പ്രസൻറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, IAS 2 ഇൻവെൻ്ററീസ്, IAS 3 no longer effective, replaced by IAS 27 and 28. അതായത് 27 ഉം 28 ഉം റീപ്ലേസ് ചെയ്തു. ദെൻ നോ ലോങ്ങർ ഇഫക്റ്റീവ്, ഇപ്പോൾ അത് ഇഫക്റ്റീവ് അല്ല. IAS 4 withdrawn, replaced by IAS 16, 22 and 38. Then IAS 5 no longer effective, replaced by IAS 15. IAS 7 cash flow statement, IAS 8 profit or loss for the period, fundamental errors and changes in accounting policies. IAS 9 research and development cost is suppressed by IAS 38 effective from 1/7/99. IAS 10 events occurring after the balance sheet date. IAS 11 construction contract. IAS 12 income taxes. IAS 13 no longer effective, replaced by IAS 1. IAS 14 segment reporting. 15 information reflecting the effect of changing prices. IAS 16 property, plant and equipment. IAS 17 leases. 18 revenue. IAS 19 employment benefits. IAS 20 accounting for government grants and disclosure of government assistance. 21 the effect of changes in foreign exchange rate. 12 business combinations. 23 borrowing cost. 24 related parties disclosure. 25 accounting for investments. 26 accounting and reporting by retirement benefit plans. 27 consolidated financial statements and accounting for investments in subsidiaries. IAS 28 accounting for investment in associates. 29 financial reporting in hyperinflationary economies. 30 disclosure in financial statement of bank and similar financial institutions. 31 financial reporting of interest in joint ventures. 32 financial instruments disclosure and presentation. 33 earning per share. 34 interim financial reporting. 35 discontinuing operations 1/1/99. 36 impairment of assets 1/7/99. 37 provisions, contingent liabilities and contingent assets. 38 intangible assets. 39 financial instruments recognition and measurement. 40 inventory investment property. 41 agriculture. Then international financial reporting standards, IFRS. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. പിന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ IASB. ദെൻ ആ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്, എന്തിനെക്കുറിച്ചിട്ടാണ് ഓരോന്നിലും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇനി IFRS
International Financial Reporting Standards are a set of accounting standards developed by the International Accounting Standard Board that is becoming the global standard for the preparation of public company financial statement. There are 15 such as IFRS standards. Then first one is IFRS 1, first time adoption of International Financial Reporting Standard. IFRS 2, share based payment. IFRS 3, business combinations. 4, insurance contract. 5, non-current assets held for sale and discontinued operations. 6, exploration for the evaluation of mineral assets. 7, financial instruments disclosure. 8, operating segments. 9, financial instruments. 10, consolidated financial statement. 11, joint arrangements. 12, disclosure of interest in other entities. 13, fair value measurement. 14, regulatory deferral accounts. 15, revenue from contract with the customers. ഇതാണ് IFRS സ്റ്റാൻഡേർഡ്സിലെ 15 സ്റ്റാൻഡേർഡ്സ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. ദെൻ എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അതിൻ്റെ ബോർഡ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ ബോർഡ് ഫോം ചെയ്തിരിക്കുന്നത്, വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണ്, ദെൻ അതെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ അത് മുൻപ് അറിയപ്പെടുന്ന IASC എന്നുള്ള പേരിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദെൻ അതിനുശേഷം പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഒരു കുറച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS. റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ റോൾ എന്താണ് ഫോർ ഡെവലപ്പിംഗ് IFRS ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ IASBയുടെ റോൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും നമ്മൾ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ദെൻ അതിനുശേഷം അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IASBയുടെ ആ ബോർഡ് എങ്ങനെയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നതെന്നും അതേസമയം തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് IFRSലെ പറയുന്ന സം പോയിൻറ്റ്സ് കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഈസ് റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS ഡെവലപ്പ് ചെയ്യുന്നതിലെ IASBയുടെ റോൾ എന്താണ്. ദെൻ അതിൽ ദ ഒഫീഷ്യൽ റോൾ ഓഫ് IASB ഈസ് ടു ഡെവലപ്പ് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു പ്രൊമോട്ട് ഇറ്റ്സ് ഗ്ലോബൽ യൂസ് ആൻഡ് ആക്സെപ്റ്റൻസ്. അതായത് ദ ഒഫീഷ്യൽ റോൾ ഓഫ് IASB ഈസ് ടു ഡെവലപ്പ് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു പ്രൊമോട്ട് ഇറ്റ്സ് ഗ്ലോബൽ യൂസ് ആൻഡ് ആക്സെപ്റ്റൻസ്. First one is the official role of IASB is to develop worldwide accepted accounting standards and to promote its global use and acceptance. International Accounting Standard Committee was not very successful and the standards were not globally accepted. അതായത് IASC എന്ന് പറയുന്ന കമ്മിറ്റി ആയിരുന്നു അതിൻ്റെ മുൻപത്തെ ഫോർമർ കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് IASBയുടെ മുൻപുണ്ടായിരുന്നത് ദെൻ IASC എന്ന് പറയുന്ന കമ്മിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് മുൻപ് തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വാസ് നോട്ട് വെരി സക്സസ്ഫുൾ ആൻഡ് സ്റ്റാൻഡേർഡ് വെർ നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് അത് ഗ്ലോബലി ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. Therefore, in the 1990, it undertook to cooperative effort with the International Organizations of Securities Commission to develop a core set of standards which would be accepted for worldwide listings.
At the end of 1990s, the International Accounting Standards recognized its structure and process of developing accounting standards. The IASB focuses on cooperation with national standards, such as a high involvement of interested persons and organizations. When IFRS are developed, therefore, IASB has the role of mediator between the two accounting philosophies, namely British American and European continental model. Both accounting world want to prevent a dominance of the other side, and therefore the IASB should find solutions and compromises which satisfy both accounting sides. However, it is to stated that IASB is highly influenced by the Anglo-American side. IASB has achieved important accomplishment in the comparability of financial statement. The attitude of the United States and to accept the international accounting standards for a long time had been a setback of further development of the harmonization process. Regulations of European Union and agreement between the Financial Accounting Standard Board and the International Accounting Standard Board are the major achievements in IASB, and therefore the role of IASB is very important in developing international financial reporting standard. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള, അതായത് ഒരു ഗ്ലോബൽ വില്ലേജായി മാറ്റിയതോടുകൂടി ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ട് വന്നു. തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. IASB അച്ചീവ്ഡ് ഇമ്പോർട്ടൻറ്റ് അക്കംപ്ലിഷ്മെൻറ്റ് ഇൻ ദ കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോട്ട് ടു ആക്സെപ്റ്റ് ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ എ ലോങ് ടൈം ഹാഡ് ബീൻ സെറ്റ് ബാക്ക് ഫോർ ദ ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹാർമണൈസേഷൻ പ്രോസസ്. Regulations of European Union and agreement between the Financial Accounting Standard Board was the International Accounting Standard Board are the major achievements of IASB, and therefore the role of IASB is very important in developing international financial reporting. അതായത് യൂറോപ്യൻ യൂണിയൻസിൻ്റെയും അതേപോലെ തന്നെ then Financial Accounting Standard Board and the International Accounting Standard Board are the major achievements in IASB. Then അതിൻ്റെ തൽഫലത്തിലാണ് എന്ത് ആവിഷ്കരിച്ചിട്ടുള്ള IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെ ഏതിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ടുണ്ട്, IFRSൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. ആദ്യം ഇന്ത്യയിലത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബോർഡ്. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു അപ്പെക്സ് ബോഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അക്കൗണ്ടൻസ്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നുള്ള പേരിലാണത് അറിയപ്പെടുന്നത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ലക്ഷ്യം എന്താണ്, ഒരു കോമൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. കൺസീവ് ആൻഡ് സജസ്റ്റ് ദ ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്, ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ടു എക്സാമിൻ ഹൗ ഫാർ ദ റിലവൻറ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് എത്രമാത്രം വേരിയേഷൻസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്തു. ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് acceptance or changed conditions and if necessary revise the same. To provide interpretation and guidance on accounting standards from time to time. To carry out such other functions relating to accounting standards. ഇതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഇന്ത്യ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു, ദെൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇന്ത്യ, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണ്, അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇത് മുൻപ് തന്നെ IASC എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദ എയിം ഓഫ് IASB, ഫോർമർലി നോൺ ആസ് IASC, ഈസ് ടു ഡെവലപ്പ് ദ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബ്രിങ്ങിങ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ വേൾഡ് വൈഡ് ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്.
A monitoring board of public authorities oversee a non-profit organization and services the public interest by fostering trust, growth and long-term financial stability in the global economy. The IASB governance and due process keep it setting the standards independent for special interest while ensuring accountability to shareholders around the globe. ഇതാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന അംഗീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നാണ്. ഫോർ ഹാർമോണൈസേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നൗ ഇറ്റ് ഹാസ് ബീൻ റീനെയിംഡ് ആസ് ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇറ്റ് ഹാസ് കം വിത്ത് ദ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ടു ഡെവലപ്പ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, റിവ്യൂ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ number of alternative accounting treatment. The main object of IASB is to ensure uniformity. The main object adonu mention cheyidittunde. The main object of IASB is to ensure uniformity in financial reporting at a global level. At present 41 accounting standards and 8 international financial reporting standards are fixed by IASB. എന്നാൽ അറ്റ് പ്രസൻറ്റ് ടുഡേ അവിടെ എന്ത് പറയുന്നുണ്ട്, ഒരു 41 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും 8 ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും IASB സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 41 ഏതൊക്കെയാണെന്നുള്ളത് ഓരോ പോയിൻ്റ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 1, 2, 3, 4, 5, 7, 8 എന്നൊക്കെ പറഞ്ഞിട്ട് ദെൻ അതിൽ കുറച്ച് തന്നിട്ടുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്യാൻ നമ്മൾ സ്ലൈഡ് ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ വായിച്ച് നോക്കാം. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRSൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെയാണ് സബ് പോയിൻറ്റ്സ് എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കി പോവാം. അതിനുശേഷം ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ, അതായത് IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ തന്നെ IASB കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ പല രാജ്യങ്ങളുടെയും പല അക്കൗണ്ട്സ് ട്രീറ്റ്മെൻറ്റുകളുടെയും ബെനിഫിറ്റ്സ് എല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ IFRS കൊണ്ടുവരാനായിട്ട് IASBക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു ഗ്ലോബൽ വില്ലേജ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും എന്ത് അഡോപ്റ്റ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള IFRS എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അത് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു all.